ഹലോ വെൽക്കം ടു എൻട്രി ACCA. മൈ നെയിം ഇസ് എമിൽ ജോസഫ്. ഞാനിവിടെ ചെയ്യുന്ന ACCAയിലെ F2 പേപ്പറായ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ലേബർ റേഷ്യോസ് എന്ന ടോപ്പിക്കാണ്. ലേബർ കോസ്റ്റിനകത്ത് മെയിൻലി 3 ടൈപ്പ് ഓഫ് റേഷ്യോസ് ആണ് വരുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ലെറ്റ്സ് ബിഗിൻ. ആദ്യത്തെ റേഷ്യോ ആണ് എഫിഷ്യൻസി റേഷ്യോ. എന്താണ് എഫിഷ്യൻസി റേഷ്യോസ്? എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എഫിഷ്യൻസി റേഷ്യോ? എഫിഷ്യൻസി റേഷ്യോ മെഷേഴ്സ് വെദർ ദ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ടുക്ക് മോർ ഓർ ലെസ് ഡയറക്റ്റ് ലേബർ ടൈം ദാൻ എക്സ്പെക്റ്റഡ്. എന്ന് വെച്ചാൽ ഒരു ലേബർ കോസ്റ്റിൻ്റെ എഫിഷ്യൻസിയാണ് അവിടെ നോക്കുന്നത്. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ഇപ്പോൾ ചെയ്തേക്കുന്ന ഔട്ട്പുട്ടിന് വേണ്ടിയുള്ള ലേബർ സമയവും നമ്മൾ ബഡ്ജറ്റ് ചെയ്തിരുന്ന സമയവും വെച്ച് അത് കൂടുതലാണോ കുറവാണോ എന്ന് വെച്ച് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എഫിഷ്യൻസി റേഷ്യോ. എഫിഷ്യൻസി റേഷ്യോയുടെ ഫോർമുലയാണ് എക്സ്പെക്റ്റഡ് അവേഴ്സ് ടു മേക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ആക്ച്വൽ അവേഴ്സ് ടേക്കൺ ഇൻറ്റു 100%. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് വെച്ച് എക്സ്പെക്റ്റഡ് അവേഴ്സും ആക്ച്വലി ഉണ്ടായ അവേഴ്സിൻ്റെയും കൂടി റേഷ്യോ കണ്ടുപിടിക്കുന്നതാണ് എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഈ റേഷ്യോ കിട്ടുന്ന റേഷ്യോ ഗ്രേറ്റർ ദാൻ 100% ആണെങ്കിൽ ഇൻഡിക്കേറ്റ്സ് ഗ്രേറ്റർ ലേബർ എഫിഷ്യൻസി ദാൻ ബഡ്ജറ്റഡ്. നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനേക്കാളും നല്ല രീതിയിലാണ് ലേബർ എഫിഷ്യൻസി വന്നേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം റേഷ്യോ ഓഫ് ലെസ് ദാൻ 100% ആണെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനേക്കാളും പുവർ പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ലേബർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത് വെച്ചാണ് നമ്മൾ എഫിഷ്യൻസി റേഷ്യോ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ബഡ്ജറ്റ് ചെയ്തേക്കുന്ന ലേബർ അവേഴ്സും എന്നാൽ ആക്ച്വലായിട്ട് വന്നേക്കുന്ന ലേബർ അവേഴ്സിൻ്റെയും വെച്ച് ലേബേഴ്സിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എഫിഷ്യൻസി റേഷ്യോ. അടുത്ത റേഷ്യോ ആണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ. നമുക്കുള്ള കപ്പാസിറ്റി വെച്ച് എന്തോരം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ. എന്താണ് ദ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ? മെഷേഴ്സ് വെദർ ദ ടോട്ടൽ ഡയറക്റ്റ് ലേബർ അവേഴ്സ് വർക്ക് were greater or less than budgeted. ടോട്ടൽ ആയിട്ടുള്ള ലേബർ കോസ്റ്റ്, ലേബേഴ്സ് വർക്ക് ചെയ്തേക്കുന്ന ആവേഴ്സ് നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് മനസ്സിലാക്കുന്നതാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ. നമ്മൾ ബഡ്ജറ്റ് ചെയ്തിരുന്ന ലേബർ അവേഴ്സ് ഫുള്ളി യൂസ്ഡ് ആയോ അതോ അതിലും കുറവായിരുന്നു യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഡിവൈഡഡ് ബൈ അവേഴ്സ് ബഡ്ജറ്റഡ് ഇൻറ്റു 100%. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് പറയുന്നത് അവർ ശരിക്കും വർക്ക് ചെയ്തേക്കുന്ന അവേഴ്സും നമ്മൾ ബഡ്ജറ്റ് ചെയ്തിരുന്ന അവേഴ്സിൻ്റെ ഒരു റേഷ്യോ ആണ്. റേഷ്യോ ഗ്രേറ്റർ ദാൻ 100% ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് മോർ ലേബർ അവേഴ്സ് വർ വർക്ക് ദാൻ ബഡ്ജറ്റഡ്. നമ്മൾ ബഡ്ജറ്റ് ചെയ്തിരുന്ന ലേബർ അവേഴ്സിനേക്കാളും കൂടുതൽ നേരം ലേബേഴ്സ് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ദ റേഷ്യോ ഓഫ് ലെസ് ദാൻ 100% ഇൻഡിക്കേറ്റ്സ് ഫ്യൂർ ലേബർ അവേഴ്സ് വർ വർക്ക്ഡ് ദാൻ ബഡ്ജറ്റ്. നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനേക്കാളും കുറവ് ലേബർ അവേഴ്സെ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കപ്പാസിറ്റി ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബഡ്ജറ്റ് ചെയ്തിരുന്ന അവേഴ്സിനേക്കാളും കൂടുതലാണോ കുറവാണോ ആക്ച്വലി ടേക്കൺ എന്നുള്ള ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ എന്നുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ ആണ്. പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ എന്ന് പറയുന്നത് ദ പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ മെഷേഴ്സ് ഹൗ ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ഫോർ എ പീരീഡ് കമ്പയർസ് വിത്ത് ദ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട്സ് ഇൻ ഡയറക്റ്റ് ലേബർ അവേഴ്സ്. ഒരു ലേബർ അവേഴ്സ് മെഷേഴ്സിൽ അവേഴ്സിൻ്റെ ബേസിസിൽ നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഔട്ട്പുട്ടും ബഡ്ജറ്റ് ചെയ്തിരുന്ന ഔട്ട്പുട്ടിൻ്റെയും മെഷർമെൻറ്റ് ഒരു റേഷ്യോനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ വോളിയം റേഷ്യോയിൽ കണ്ടുപിടിക്കുന്നത്. പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് hours to make actual output divided by hours budgeted into 100%. ഇതിൻ്റെ ഇക്വേഷനാണ് പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ. എക്സ്പെക്റ്റഡ് hours to make actual output. ഇതിൻ്റെ ഒരു ആക്ച്വൽ ഔട്ട്പുട്ട് വേണ്ടി എടുത്തിരുന്ന അവേഴ്സിൻ്റെയും അവേഴ്സ് ബഡ്ജറ്റ് നമ്മൾ ബഡ്ജറ്റ് ചെയ്തിരുന്ന അവേഴ്സിൻ്റെയും പെർസെൻറ്റേജ് ആണ് പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ എന്ന് പറയുന്നത്. ഇതും 100%-നേക്കാളും ഗ്രേറ്റർ ആണ് നമുക്ക് ഈ കിട്ടുന്ന റേഷ്യോ എങ്കിൽ ഹയർ ദാൻ ബഡ്ജറ്റഡ് പെർഫോമൻസ്. നമ്മൾ ബഡ്ജറ്റ് ചെയ്തിരുന്ന പെർഫോമൻസിനേക്കാളും ഹയർ ആയിരുന്നു നമ്മുടെ പെർഫോമൻസ് അല്ലെ ലേബേഴ്സിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. റേഷ്യോ ഓഫ് ലെസ് ദാൻ 100% ഇൻഡിക്കേറ്റ്സ് ദ ലോവർ ദാൻ ബഡ്ജറ്റഡ് പെർഫോമൻസ്. നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനേക്കാളും താഴെയാണ് അവരുടെ പെർഫോമൻസ് വന്നത് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇത് ഈ പ്രൊഡക്ഷൻ വോളിയം റേഷ്യോയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി ഈ 3 റേഷ്യോയും തമ്മിൽ ഇപ്പോൾ ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈ 3നും നമുക്ക് ആകെ വേണ്ടി വന്നത് 2 സാധനങ്ങളാണ്. ഒന്ന് എക്സ്പെക്റ്റഡ് അവേഴ്സ് ടു മേക്ക് ആക്ച്വൽ ഔട്ട്പുട്ടും അവേഴ്സ് ബഡ്ജറ്റും അതുപോലെ തന്നെ ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡും ആണ്. ഇത് 3ഉം ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴേക്കാണ് നമുക്ക് ഈ 3 റേഷ്യോയും കണ്ടുപിടിക്കുന്നത്. ഈ 3 റേഷ്യോയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ റേഷ്യോസിൻ്റെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എഫിഷ്യൻസി റേഷ്യോ ഇൻറ്റു കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്നത് പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ ആണ്. നമ്മുടെ എഫിഷ്യൻസിയും കപ്പാസിറ്റിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ്റെ വോളിയം റേഷ്യോ കിട്ടും. കാരണം എന്നാണ് എഫിഷ്യൻസി റേഷ്യോയുടെ ഇക്വേഷൻ എന്നായിരുന്നു എക്സ്പെക്റ്റഡ് hours to make output divided by actual hours ആയിരുന്നു. അതേസമയം കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ hours divided by hours budgeted ആയിരുന്നു.
ഇനി പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴേക്കോ എക്സ്പെക്റ്റഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് വന്നു. അപ്പോൾ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് അങ്ങനെ കിട്ടും. ഈ ഒരു റിലേഷൻഷിപ്പും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു റേഷ്യോസും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 റേഷ്യോസിൻ്റെ ഇക്വേഷൻസ് നമുക്ക് മനസ്സിലാവും, കാരണം ഇത് ഫോർമുല ഷീറ്റ് നമുക്ക് തരുന്നതല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ആണ്. ലേബർ റേഷ്യോസ്, ത്രീ ടൈപ്സ് ഓഫ് ലേബർ റേഷ്യോസ്, എഫിഷ്യൻസി റേഷ്യോസ്, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോയെ, പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ. ഈ 3 റേഷ്യോസും അതിൻ്റെ റിലേഷൻഷിപ്പും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഫോർമുല ഷീറ്റ് കിട്ടത്തില്ല. ഇത് മനസ്സിലാവാൻ വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. A company budgeted to make 800 units of output in December. Each unit was expected to take 1 hour and 30 minutes of direct labor. 1.5 hours ആണ് ഓഫ് ഡയറക്റ്റ് ലേബർ ആണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. ദ ആക്ച്വൽ പ്രൊഡക്ഷൻ വോളിയം ഇൻ ഡിസംബർ വാസ് 760. നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ കിട്ടി 760 യൂണിറ്റ്സ് ആയിരുന്നു ഉണ്ടാക്കിയത്. വിച്ച് ടുക്ക് 950 hours ഓഫ് ഡയറക്റ്റ് ലേബർ. 950 hours ഓഫ് ഡയറക്റ്റ് ലേബർ ആണ് നമുക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ ഫോർ ഡിസംബർ, വാട്ട് ഇസ് ദ ലേബർ എഫിഷ്യൻസി റേഷ്യോ, വാട്ട് ഇസ് ദ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ, വാട്ട് ഇസ് ദ പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ ആൻഡ് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എബോവ് റേഷ്യോ. ഇത് മൂന്നിൻ്റെയും റിലേഷൻഷിപ്പുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വാട്ട് ഇസ് ലേബർ എഫിഷ്യൻസി റേഷ്യോ? ലേബർ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് hours ടു മേക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ആക്ച്വൽ hours ടേക്കൺ. ഇവിടെ എക്സ്പെക്റ്റഡ് hours എത്രയാണ്? 1.5 ആണ് ഒരു യൂണിറ്റ്. അപ്പോൾ എക്സ്പെക്റ്റഡ് hours ടു ടേക്ക് hours to make the actual output. നമ്മുടെ ഇവിടെ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 760 ആയിരുന്നു ആക്ച്വൽ. ഇത് നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്. അപ്പോൾ ഈ 760 യൂണിറ്റ്സ് വേണ്ടി എത്രയാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ടൈം? 760 × 1.5. 760 × ഒരു യൂണിറ്റിന് 1 hour 30 minutes ഫോർ ഡയറക്റ്റ് ലേബർ ആണ് ഒരു യൂണിറ്റിന് എടുക്കുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈം ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്നുള്ളത് 760 × 1.5. 1.5 ആണ് ഇത്. 760 × 1.5 എന്ന് പറയുന്നത് എത്രയാ? 1140. 1140 ആണ്. പിന്നെയും 5 ആയിട്ടല്ലേ വന്നത്. 1140 ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ടൈം ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്നുള്ളത്. ഇനി hours ബഡ്ജറ്റ്, നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് എത്ര hours ആയിരുന്നു? 800 യൂണിറ്റ്സ് ആണ് നമ്മുടെ ബഡ്ജറ്റഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ബഡ്ജറ്റഡ് എന്നുള്ളത് 800 ആകുമ്പോൾ 800 × 1.5. hours ബഡ്ജറ്റഡ് എത്രയാകുമ്പോൾ വരുന്നത്? 800 × 1.5. ആൻസർ വരുന്നത് 1200 ആണ് hours ബഡ്ജറ്റഡ് വരുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് hours ടു മേക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ആക്ച്വൽ hours ടേക്കൺ. ആക്ച്വൽ hours എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 950 ആണ് ആക്ച്വൽ hours പറഞ്ഞേക്കുന്നത്. അപ്പം 1140 ഡിവൈഡഡ് ബൈ 950 × 100% ആയിരിക്കും നമ്മുടെ ലേബർ എഫിഷ്യൻസി റേഷ്യോ. ലേബർ എഫിഷ്യൻസി റേഷ്യോ എന്നുള്ളത് ഈസ് ഈക്വൽ ടു 1140 ഡിവൈഡഡ് ബൈ 950 ആണ് നമ്മുടെ ആക്ച്വൽ hours. 950 × 100 ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇത് വേറെയാണ്. ഇതായിരിക്കും നമ്മുടെ ലേബർ എഫിഷ്യൻസി റേഷ്യോ. പിന്നെ വാട്ട് ഇസ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ? കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ആക്ച്വൽ hours ഡിവൈഡഡ് ബൈ hours ബഡ്ജറ്റഡ് ആണ്. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ആക്ച്വൽ hours എത്രയാണ് ഇവിടെ എടുത്തേക്കുന്നത്? 950 hours ആണ്. 950 ഡിവൈഡഡ് ബൈ hours ബഡ്ജറ്റ്. നമ്മൾ ബഡ്ജറ്റ് ചെയ്ത hours എത്രയായിരുന്നു? 800 യൂണിറ്റ്സ് ആയിരുന്നു നമ്മുടെ ബഡ്ജറ്റിൽ. അതിന് ഒരു യൂണിറ്റിന് 1.5 hours. 800 × 1.5 1200 × 100%. ഇതായിരിക്കും കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോയുടെ ആൻസർ വരുന്നത്. പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ. പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ എന്ന് പറയുന്നത് എന്നതായിരുന്നു? പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് hours ടേക്കൺ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1140. നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് 760 യൂണിറ്റ്സ് ആയിരുന്നു. അത് 1.5 ഡിവൈഡഡ് ബൈ hours ബഡ്ജറ്റഡ്. hours ബഡ്ജറ്റഡ് എത്രയായിരുന്നു? 800 ആയിരുന്നു. × 1.5 1200. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്ന പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് hours ടു മേക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് 1140 ഡിവൈഡഡ് ബൈ 1200 × 100% ആയിരിക്കും. ഇതെല്ലാം പെർസെൻറ്റേജ് ആണ്.
അപ്പം ഇതിൻ്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. കാരണം ഇതിൻ്റെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ക്യാൻസൽ ആയി പോയാൽ 1140 1200. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആൻസർ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. നമ്മൾ എഫിഷ്യൻസി റേഷ്യോ 760 × 1.5 1140 ഡിവൈഡഡ് ബൈ 950 × 100%. ആൻസർ വരുന്നത് 120%. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ 950 ആയിരുന്നു ആക്ച്വൽ അവേഴ്സ്, അത് ഇൻറ്റു 800 × 1.5 × 100 79.17%. പ്രൊഡക്ഷൻ വോളിയം നമ്മളിപ്പോൾ ചെയ്ത പോലെ 760 × 1.5 ഇൻറ്റു നമ്മുടെ ബഡ്ജറ്റഡ് 800 × 1.5 × 100 95%. ഇനി നമുക്ക് ഈ ഒരു തിയറി നമ്മുടെ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 95 കിട്ടും. 120% ഇൻറ്റു 79.1% കിട്ടിയാൽ അപ്രോക്സിമേറ്റ്ലി 95% കിട്ടും. അതാണ് നമ്മൾ പറയുന്നത് ഈ റിലേഷൻഷിപ്പ് ഓഫ് ലേബർ റേഷ്യോസ് എന്ന് പറയുന്നത് എഫിഷ്യൻസി റേഷ്യോ ഇൻറ്റു കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രൊഡക്ഷൻ വോളിയം റേഷ്യോ. ഇതാണ് ലേബർ റേഷ്യോസ് വരുന്നത്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ലേബർ റേഷ്യോസ് എന്താണെന്ന് പഠിച്ചു, ലേബർ റേഷ്യോസിൻ്റെ ആപ്ലിക്കേഷനും പഠിച്ചു, അതിൻ്റെ റിലേഷൻഷിപ്പും പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.